ഹായ് ഗായ്സ്. ചേട്ടൻ ദേ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ നാളായിട്ട് ഇവിടെ ഞങ്ങൾ ചിക്കൻ വാങ്ങിയിട്ട്. അപ്പം എന്തായാലും ചിക്കൻ വെക്കുന്നത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാട്ടാ. ചിക്കൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ് പൊടി, പിന്നെ ഇത് കാണുന്ന ഗരം മസാല ഇല്ലേ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറിയിലേക്ക്. അപ്പോൾ അത് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. സബോളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേപ്പില, പച്ചമുളക്, തക്കാളി, മല്ലിയിലൊക്കെ ചെറുതാക്കി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉരുളി വെച്ച് സബോള വാട്ടാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അതിനായി ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയേ ഉള്ളൂ. കാരണം വെളിച്ചെണ്ണ കഴിഞ്ഞ കാര്യം ഞാൻ ചേട്ടനോട് പറയാൻ മറന്നു പോയി ഗായ്സ്. ഇപ്പോൾ പറഞ്ഞപ്പോൾ കുറേ ചീത്ത കേട്ടു. കാരണം കട അടച്ചു കൂട്ടാ. അപ്പോൾ ഉള്ള വെളിച്ചെണ്ണയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കറി വയ്ക്കാൻ നോക്കാണ് കേട്ടോ ഞാൻ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ പച്ചമുളകും വേപ്പിലയും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിൽ ആഡ് ചെയ്ത് സബോള നന്നായി വാട്ടാൻ നോക്കാം കേട്ടോ നമുക്ക്. പിന്നെ അതിനിടയിൽ കുറച്ച് വൃത്തിയാക്കാനുണ്ട്. അതൊക്കെ ഒന്ന് പാത്രങ്ങൾ കഴുകലും അതൊക്കെ ഞാനൊന്ന് ചെയ്യട്ടെ. കാരണം എല്ലാം കഴിഞ്ഞിട്ട് പാത്രം കഴുകുമ്പോഴേ കുറേ പാത്രങ്ങളുണ്ടാവും. കൈയോടെ കഴിയുമ്പോൾ നമുക്ക് അത്ര പണി എളുപ്പമാണ്. അതാണ് കേട്ടോ. അപ്പോൾ രണ്ടും ഒരുമിച്ച് കഴിയുമല്ലോ. സബോള വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഒക്കെ ഒന്നുകൂടി ആഡ് ചെയ്ത് സബോളയിൽ കുറച്ച് ഉപ്പിടണം കേട്ടോ വാട്ടിനേക്കാളും മുമ്പ്. അത് ഞാൻ പറയാൻ മറന്നുപോയി ഗായ്സ്. ഈ മറവി എനിക്ക് ഇടയ്ക്ക് വരുന്നുണ്ട്. അതിനെനിക്ക് ചേട്ടൻ്റെ നിന്ന് കുറേ ചീത്തയും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് സബോള വാട്ടാട്ടോ. ഇപ്പോൾ മസാല ഒക്കെ ഇട്ട് സബോള നന്നായി വാടിയിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് ഇതൊന്ന് തക്കാളി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. കാരണം അതിലൊരു പച്ചമണം ഉണ്ടാവേ, അതില്ലാണ്ടിരിക്കാനാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് ചിക്കൻ വേവിക്കാൻ നോക്കാം കേട്ടോ. പിന്നെ എൻ്റെ മോനൊന്ന് വന്ന് നോക്കി പോയിട്ടോ ചിക്കൻ റെഡി ആയോന്ന്. ഇപ്പം എന്തായാലും ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഇനി അതിന് നോക്കട്ടെ, ഞാൻ വല്ല ഉപ്പ വല്ലത് കുറവുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. അതേ എൻ്റെ മോളും വന്നിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അതിനിടയിലൊന്ന് ചായയും വെക്കണം. ചേട്ടനിടയ്ക്ക് ചായ പതിവാ, അതാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും കറിയൊക്കെ ആയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഓക്കെ, ബായ്.